ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സോയ ചങ്ക്സ് ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോയ വേകാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ 1 കപ്പ് മീഡിയം സൈസ് സോയ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് വടിച്ചെടുക്കാമേ. വടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഈ സോയയിലെ ഈ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കത് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ അകത്തുള്ള വെള്ളം എല്ലാം കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുക്കണേ. അപ്പം നമ്മുടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ സോയ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാലോ, ആ സോയയിലുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, അത് കാരണം നമ്മൾ ആരും അധികം എടുക്കാറുമില്ല, കഴിക്കാറുമില്ല അല്ലേ. പക്ഷെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരു തരത്തിലുള്ള മണവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. മസ്റ്റ് ആയിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ദാ ചൂടൊക്കെ ഒന്ന് ആറിയ സമയത്ത് ഞാൻ വെള്ളമെല്ലാം നല്ലോണം ഇതേപോലെ ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാം അതേപോലെ എടുത്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമെല്ലാം നല്ലോണം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 ഗ്രാമ്പു, ഒരു കുറച്ച് പട്ട, അതുകൂടാതെ ഒരു 3 ഏലക്ക ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് സവാള കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കറിയാമല്ലോ, നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഉപ്പ് നമ്മൾ സോയ വേകാനായിട്ട് ആഡ് ചെയ്തിരുന്നു, അതുകൊണ്ട് അത് കണക്കാക്കി കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതിയേ. ഇനി നമ്മുടെ സവാള നല്ലോണം ഒന്ന് നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാമേ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകത്തിന്റെ പൊടിയാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതുകൂടാതെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ ആഡ് ചെയ്ത് അതിന്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഈ പൊടികളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നെങ്കിൽ അതിൽ കയറി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, നമുക്ക് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇതിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്താണ് നമ്മുടെ മസാലകളെല്ലാം ഇതിലോട്ട് പിടിച്ചിറങ്ങും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. ഈ സമയം നമ്മുടെ മസാലകളെല്ലാം ഇതിലോട്ട് നല്ലോണം പിടിച്ചിറങ്ങും. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം, അത്രയും മതി കേട്ടോ, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ആ വെള്ളം എല്ലാം നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണേ. വറ്റിച്ചെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നല്ലോണം നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ തയ്യാറാക്കൂലേ, അതേ പരുവത്തിൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ടൊമാറ്റോ സോസിന് ആവശ്യമില്ലേ, ഇനി നിങ്ങൾക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 തക്കാളി ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഒരു കുറച്ച് ശർക്കരയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലോട്ട് ചേർത്തെടുത്ത് ഈ ടൊമാറ്റോ സോസിന് പകരം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതും നല്ലൊരു ഫ്ലേവർ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോഴാണ് നമ്മുടെ കറി നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ സെറ്റ് ആയി വരുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് ലെമൺ റൈസിന്റെ കൂടെ ഒപ്പം തക്കാളി സാധനത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഈവൻ നമുക്ക് സ്നാക്സ് ആയിട്ടും കഴിക്കാം. അപ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.